കോഴിക്കോട് പാളയം പുതിയ മാർക്കറ്റ് ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. കച്ചവടക്കാർ കരിദിനം ആചരിക്കുന്നു. വായ മൂടിക്കെട്ടി വ്യാപാരികൾ പ്രതിഷേധിക്കുന്നു. പാളയം മാർക്കറ്റ് മാറ്റാൻ അനുവദിക്കില്ലെന്ന് കച്ചവടക്കാർ. അഴിമതി ലക്ഷ്യമിട്ടാണ് പച്ചക്കറി മാർക്കറ്റ് പാളയത്തു നിന്നും മാറ്റുന്നതെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. അതേസമയം പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉടൻ നിർവഹിക്കും. അനഘ ഹർഷൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനഘ, കോഴിക്കോട് പാളയം പുതിയ മാർക്കറ്റ് ആരംഭിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം അതിശക്തമായി തന്നെ അലയടിക്കുകയാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിനെത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതല്ലേ? തീർച്ചയായും രോഹിണി, കല്ലുത്താൻ കടവിൽ പുതിയ മാർക്കറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവിടെ ഉദ്ഘാടനം നടക്കും. പക്ഷേ നിലവിൽ ഈ പാളയം മാർക്കറ്റിൽ ഈ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ ഉപജീവന മാർഗമാണ് ഇല്ലാതാകുന്നത്. ആ പ്രതിസന്ധിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം BJP സിറ്റി ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രകാശ് ബാബു ചേരുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് ഇവിടെയുള്ള തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ആ സമയം തന്നെ ഇപ്പോൾ കല്ലുത്താൻ കടവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. വലിയൊരു പ്രഹസനമല്ലേ കോർപ്പറേഷൻ നടത്തുന്നത്? നോക്കൂ, നിങ്ങൾ എവിടെ വലിയൊരു വികസനം എന്ന് പറഞ്ഞൊരു ഉദ്ഘാടന മാമാങ്കം ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് നടക്കുമ്പോൾ ഇവിടെയുള്ള 99% തൊഴിലാളികളും ഇവിടെ പാളയത്ത് തന്നെ നിൽക്കുകയാണ്. 1% പേരാണ് ഉദ്ഘാടന സ്ഥലത്തുള്ളത്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ആരാണ് പഠിക്കേണ്ടത്? ആരാണ് മനസ്സിലാക്കേണ്ടത്? 99% തൊഴിലാളികളും ഈ സമയം മറുഭാഗത്ത് മുഖ്യമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അത് പഠിക്കണ്ടേ? അത് പഠിക്കണമെന്നാണ് BJP പറയുന്നത്. കാരണം ഇവരുടെ പ്രശ്നം പരിഹരിക്കാതെ എന്ത് വിഷയമാണ് ഈ നാട്ടിൽ, എന്ത് വികസനമാണ് കൊണ്ടുവരുന്നത്? നാട്ടിലുള്ള വികസനം എന്ന് പറയുന്നത് പൊതുജനങ്ങളും ഗവൺമെൻറ്റും തമ്മിലുള്ള സമന്വയത്തിലൂടെ കൊണ്ടുവരേണ്ടതാണ്. ഇവിടെ 99% തൊഴിലാളികളും ഞങ്ങളുടെ കുടുംബം പട്ടിണിയിലാകുമെന്ന് പറഞ്ഞ് തെരുവിൽ സമരം ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഉദ്ഘാടന മാമാങ്കം നടത്തുന്നതിനെക്കുറിച്ച് ഇവിടുത്തെ പൊതുസമൂഹം ചിന്തിക്കുന്നുണ്ട്. ഇതിവിടുത്തെ ഗവൺമെൻറ് കാണാതിരിക്കരുത്. ഞങ്ങൾ പറയുന്നത് കുറേ അശാസ്ത്രീയത ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കുന്നില്ല. അവിടെ ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കുന്നില്ല. കണ്ടൽ കാടുകളുള്ള പ്രദേശമാണ്, സംരക്ഷിത മേഖലയാണ്. ഇങ്ങനെ ഒരുപാട് നിയമലംഘനങ്ങൾ നടത്തി ഇപ്പോൾ ഓടയുടെ മുകളിലാണ് കൊണ്ടുപോയിട്ട് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഏത് വികസന മോഡലാണ്? അതുകൊണ്ട് ഈ തൊഴിലാളികൾ പറയുന്നത് ജീവിക്കാനുള്ള പോരാട്ടത്തിലാണ്. അവരുടെ കുടുംബം പട്ടിണിയാകുന്നതിന് വേണ്ടി എതിരായിട്ടുള്ള ഒരു സമരമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് മുഖവിലക്കെടുക്കണം. തൊഴിലാളികൾ ഈ കോഴിക്കോടിൻ്റെ വികസനത്തിന് വേണ്ടി പതിറ്റാണ്ടുകളായി ചോരയും നീരും കൊടുത്തവരാണ് ഈ പാളയത്തെ തൊഴിലാളികൾ. അപ്പോൾ അവരെ അങ്ങനെ കറിവേപ്പില പോലെ എടുത്തു ചാടിയിട്ടൊന്ന് എന്ത് വികസനം നാട്ടിൽ കൊണ്ടുവരുന്നെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, തൊഴിലാളി പാർട്ടിയുടെ നേതാവല്ലേ, ഒന്ന് പഠിക്കണം. ഞങ്ങൾ ഇവരെ ന്യായമായ എല്ലാ കാര്യങ്ങൾക്കും ഇവരോടൊപ്പം നിൽക്കാൻ BJP തയ്യാറായിരിക്കുകയാണ്. പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തിയിട്ട് അവിടെ ശബ്ദമില്ലാതാക്കാനൊന്നും അങ്ങനെയൊന്നും ഈ നാട്ടിൽ നടക്കില്ല. വികസനം നടക്കുമ്പോൾ എല്ലാവരെയും മുഖവിലക്കെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തൊഴിലാളികളെ മുഖവിലക്കെടുക്കണം. ഇത് തന്നെയാണ് BJPയുടെ ആവശ്യം. അത് തന്നെയാണ് ദേവിക. നിലവിൽ ഇവിടെ 90% തൊഴിലാളികളും ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്, അവർ പ്രതിഷേധിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് കല്ലുത്താൻ കടവിൽ ഈ പാളയം മാർക്കറ്റ് മാറ്റി സ്ഥാപിച്ച അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ് എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയധികം തൊഴിലാളികൾ, വെറും 10% മാത്രമാണ് ഈ പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെ അനുകൂലിക്കുന്നത്. ബാക്കിയുള്ള ഇവിടെയുള്ള എല്ലാ തൊഴിലാളികളും ഇവിടെയുണ്ട്. വായ് മൂടിക്കെട്ടി അവർ കറുത്ത അതെ. അതോടൊപ്പം അനഘ, ഈ പുതിയ മാർക്കറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ വ്യാപാരികൾ ഒന്നടങ്കം എതിർക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? അവർ പറയുന്നുണ്ടല്ലോ ഇത് അഴിമതി നടത്താനാണ് എന്നുള്ളത്. വ്യാപാരികൾ എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പുതിയ മാർക്കറ്റിനെ എതിർക്കുന്നത്? ഇത് കല്ലുത്താൻ കടവിലേക്ക് ഈ പുതിയ മാർക്കറ്റ് ആരംഭിക്കുന്നതിനെ ഇവർ എല്ലാവരും ചേർന്ന് ഇത്രയധികം ശക്തിയുക്തം എതിർക്കണമെങ്കിൽ അതിന് കൃത്യമായ കാരണവുമുണ്ട്. എന്താണ് അവർ പറയുന്നത്? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നിലവിലെ കല്ലുത്താൻ കടവിലുള്ള ആ പുതിയ നിർമ്മിച്ച സ്ഥാപനം, ആ ബിൽഡിങ്ങിൽ 50-60 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഓരോ കടമുറികൾക്കും ഉള്ളത് എന്നാണ്. ഈ കടമുറിയിൽ എങ്ങനെയാണ് തങ്ങൾ കച്ചവടം ചെയ്യുക? വിശാലമായൊരു സ്ഥലത്ത് പ്രവർത്തിച്ചവരാണ്, ഇവിടെ വിശാലമായൊരു സ്ഥലത്താണ് കച്ചവടം നടത്തുന്നത്. അങ്ങനെയുള്ള തങ്ങൾ എങ്ങനെയാണ് ഈ ഇടുങ്ങിയ മുറിയിലേക്ക് 50-60 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ആ മുറിയിലേക്ക് കച്ചവടം നടത്തുക എന്നാണ് ഇവിടെയുള്ളവർ ചോദിക്കുന്നത്. മറ്റൊന്ന്,
യാതൊരുവിധ അടിസ്ഥാന സൗകര്യമില്ല. നേരത്തെ ഇവർ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫുട്പാത്തിന് മുകളിലൊക്കെയാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഈ അടിസ്ഥാന സൗകര്യത്തിന്റെ കുറവുണ്ട്. മാത്രമല്ല, ഇത് നഗരത്തിന്റെ കണ്ണായ പ്രദേശത്താണ് പാളയം മാർക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ കച്ചവടം വളരെ വേഗം, വളരെ പെട്ടെന്ന് നടന്നിരുന്നു. ഇനി ഇത് ഈ സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് കല്ലുത്താൻ കടവ് എന്ന് പറയുന്നത് നഗരത്തിൽ നിന്ന് അല്പം മാറിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കച്ചവടത്തെ അത് സാരമായി തന്നെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ആളുകൾക്ക് എത്തിപ്പെടാനുള്ള പ്രയാസമുണ്ട് എന്നുള്ളതാണ്. ഈ കോർപ്പറേഷൻ ഈ പാളയം മാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റുന്നതിനായി പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ട്രാഫിക് ബ്ലോക്കാണ് എന്നതാണ്. പക്ഷേ കോഴിക്കോടിനെ സംബന്ധിച്ച് ഇവിടെ മാത്രമല്ല, ഈ പാളയത്ത് ഈ ഭാഗത്ത് മാത്രമല്ല ട്രാഫിക് ബ്ലോക്ക് ഉള്ളത്. കോഴിക്കോടിന്റെ വിവിധ ഇടങ്ങളിൽ വർഷങ്ങളായി ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് എന്നതാണ്. പക്ഷെ അതൊന്നും മാറ്റാൻ കോർപ്പറേഷൻ തയ്യാറല്ല. ഇവിടെയുള്ള ഏറ്റവും പാവങ്ങളായിട്ടുള്ള ഇവരുടെ കച്ചവടക്കാരുടെ അന്നം മുട്ടിക്കാനുള്ള നടപടിയിലേക്കാണ് ഈ കോർപ്പറേഷൻ കടക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത് ഇവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ കടമുറികൾ ഇവർക്ക് നൽകുന്നതിന് യാതൊരുവിധ അടിസ്ഥാന സൗകര്യവും ഇല്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഈ കല്ലുത്താൻ കടവിലുള്ള ഈ താഴെയുള്ള കുറേ മുറികളുണ്ട്. ഈ മുറികളിലൊക്കെ തന്നെ അത്യാവശ്യം സൗകര്യമുണ്ട്. പക്ഷേ ആ മുറികൾ കുത്തക കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ പണം നൽകി വലിയ ആളുകൾക്ക് മറിച്ചു കൊടുത്തു എന്നാണ്. മറ്റൊന്ന്, വലിയ സ്റ്റെപ്പാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഈ ചുമട് വലിയ ചാക്കുകളൊക്കെ ഏറ്റി എങ്ങനെയാണ് ഈ ചുമട് താങ്ങി തങ്ങൾ മുകളിലേക്ക് പോവുക? അതും ഒരു വലിയ പ്രതിസന്ധിയാണ്. കച്ചവടം ഇതേ രീതിയിൽ നടക്കില്ല. അങ്ങനെ വലിയ വലിയ പ്രതിസന്ധിയുടെ കാര്യങ്ങൾ മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. അത് കൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഈ പാളയം മാർക്കറ്റിലുള്ള 90% തൊഴിലാളികളും ഈ പ്രതിഷേധത്തിലുണ്ട്. അവർ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കോർപ്പറേഷൻ ഏകപക്ഷീയമായിട്ടാണ് ഈ ഒരു നിലപാട് എടുത്തിരിക്കുന്നത് എന്നാണ്. കോർപ്പറേഷന്റെ വെറും 10% വേണ്ടി മാത്രമാണ് കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള ഇവിടെയുള്ള ആളുകളെ, അവരുടെ വിഷമം, അവരുടെ അഭ്യർത്ഥന ഒന്നും കേൾക്കാതെ ഈ രീതിയിൽ നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സാധാരണക്കാരായിട്ടുള്ള ഇവിടെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ വരും മണിക്കൂറുകളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇവിടെയുള്ള തൊഴിലാളികളുടെ ഒക്കെ തന്നെ നീക്കം. ഇതേ സമയം തന്നെ ഇവിടെയുള്ള 90% തൊഴിലാളികളും ഈ കല്ലുത്താൻ കടവിലുള്ള മാർക്കറ്റ് ഉദ്ഘാടനത്തിന് എത്തിയിട്ടില്ല. പക്ഷെ അപ്പോൾ പോലും ആ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ അത് മാത്രം മതി. അതെ അനഘ, ഒരുപക്ഷെ തൊഴിലാളികൾ കൂടുതൽ പ്രതികരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അനഘ, തൊഴിലാളികളുടെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. കാരണം ഇത്രയധികം പ്രതിഷേധം തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ട് പോലും ഈ ഒരു നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് പ്രതിഷേധം അലയടിക്കുമ്പോൾ മറുഭാഗത്ത് മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഉദ്ഘാടന പരിപാടികൾ പുരോഗമിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വ്യാപാരികളുടെ ആവശ്യങ്ങൾക്ക് ഒന്നും ഒരു മുൻഗണന പോലും നൽകാതെ, അവരുടെ വിഷമങ്ങൾ കേൾക്കാതെയാണ് ഇത്തരത്തിൽ ഈ പുതിയ മാർക്കറ്റ് ലേഔട്ട്, പാളയം മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുന്നതടക്കമുള്ള, പച്ചക്കറി മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് അല്ലേ? വലിയ രീതിയിലുള്ള പ്രതിഷേധവും രോഷവും തന്നെയല്ലേ വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? തീർച്ചയായും വലിയ പ്രതിഷേധമാണ് വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ അവിടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളും വരും മണിക്കൂറുകളും ഈ പ്രതിഷേധം ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും. ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം ചെയ്യുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചിട്ടല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. കൃത്യമായി ഇവിടുത്തെ വ്യാപാരികളുടെ ആശങ്കകൾ അകറ്റാതെ, ഇവിടുത്തെ തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ അകറ്റാതെ, അവർ കൃത്യമായി 4-5 വ്യാപാരികളെ എടുത്തുകൊണ്ട് അവിടെ പുനരധിവസിപ്പിച്ചുകൊണ്ടുള്ള ഒരു നാടകമാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ സമരസമിതി പിറകോട്ട് പോകുന്നുള്ള ഒരു ധാരണയാണ് അവർക്കുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ഭൂമികയാണ് ഈ പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത്. വളരെ തുച്ഛമായ പൈസക്ക് 10 രൂപയും 20 രൂപയും ഒക്കെ ആയിട്ട് ഇവിടെ പാളയം മാർക്കറ്റിൽ ഒരാൾക്ക് വന്നാൽ അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് പച്ചക്കറിയും ഫ്രൂട്ട്സും വാങ്ങാൻ ആവശ്യമായ സംവിധാനം പോലും ഇവിടെ ഉണ്ട്. എന്നാൽ നമുക്കറിയാം, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ മുതലാളിമാർ നടത്തുന്ന മാളുകളിൽ
പച്ചക്കറിയും ഫ്രൂട്ട്സും അവിടെ കൃത്യമായി വിൽപ്പന നടത്താതെ കേടുവന്നു പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാളയത്ത് വില കുറച്ച് ഈ സംവിധാനം വിൽപ്പന നടത്തുന്നത് ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മാളുകളെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഈ മാളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, ഒരു ചർച്ചയ്ക്ക് പോലും നമ്മളെ ആരെയും ക്ഷണിക്കാതെ ഈ രൂപത്തിൽ അവിടെ ഉദ്ഘാടനമാണ് അങ്ങോട്ട് പോകണമെന്നുള്ള ധിക്കാരപരമായ സമീപനവുമായി മുന്നോട്ട് പോവുകയാണ്. ഇവരെത്ര ധിക്കാരപരമായ സമീപനവുമായി മുന്നോട്ട് പോയാലും ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്, ഞങ്ങളുടെ കുട്ടികളുടെ ജീവിത പ്രശ്നമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് അവസാനത്തെ വ്യാപാരിയും ഇവിടെ മരിച്ചു വീഴുന്നതുവരെ, അവസാനത്തെ തൊഴിലാളിയും മരിച്ചു വീഴുന്നതുവരെ ഈ സമര പോരാട്ടത്തിൽ ഈ പാളയം പച്ചക്കറി ഫ്രൂട്ട്സ് മാർക്കറ്റിനെ മാറ്റുവാനുള്ള ധിക്കാരപരമായിട്ടുള്ള കോർപ്പറേഷൻ അധികാരികൾ പണം വാങ്ങിക്കൊണ്ട് നടത്തുന്ന ഈ ധിക്കാരപരമായ സമീപനത്തിനെതിരെ ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അവസാന ശ്വാസം വരെയും ഈ സമര പോരാട്ടത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, എനിക്ക് പറയാനുള്ളത്, ഇവരിപ്പോൾ പറയുന്നുണ്ട് വളരെ സൗകര്യമുള്ള ഒരു കെട്ടിടമാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. വളരെ കുറഞ്ഞ രൂപയ്ക്ക്, വളരെ കുറഞ്ഞ വാടകയ്ക്കാണ് ഇവിടെ കച്ചവടം നടത്തിയിട്ട് വ്യാപാരികൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ മാർജിൻ എടുത്തുകൊണ്ട് നമുക്ക് സാധനങ്ങൾ വിൽപ്പന നടത്താൻ കഴിയുന്നത്. അവിടെ ഓരോ റൂമിനും 20 ലക്ഷവും 30 ലക്ഷവും രൂപയൊക്കെയാണ് അഡ്വാൻസ് ഇനത്തിൽ വാങ്ങുന്നത്. ഒരു സ്ക്വയർ ഫീറ്റിന് 100 രൂപയാണ് വാടക. അത് തന്നെ ഓരോ വർഷവും 5-10% വർദ്ധിപ്പിക്കുന്ന രൂപത്തിലാണ്. കാരണം എന്താ, കോർപ്പറേഷൻ്റെ സ്ഥലത്ത് സ്വകാര്യ വ്യക്തികൾ ഉണ്ടാക്കിയ ബിൽഡിങ്ങിൽ BOT അടിസ്ഥാനത്തിലാണ് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടേക്ക് നമ്മൾ മാറ്റുന്നതോട് കൂടിയിട്ട് ഈ പാളയത്ത് വളരെ വില കുറച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്ന ഈ പൈതൃക മാർക്കറ്റിനെ ഇല്ലാതാക്കുക എന്നുള്ള ഗൂഢമായ തന്ത്രത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ബീന ഫിലിപ്പ് എന്ന് പറയുന്ന മേയറെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കൃത്യമായി റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ നിയന്ത്രിക്കുന്ന ഭരണകൂടമായി കോർപ്പറേഷൻ മാറിയിട്ടുള്ളതിൻ്റെ അനന്തരഫലമാണ് ഇവിടെ അനുഭവിക്കുന്നത്. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ ഇന്നലെയും മെനിയാന്നും ഒക്കെ മീറ്റിംഗ് കൂടി കോർഡിനേഷൻ കമ്മിറ്റി എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ സമര പോരാട്ടത്തിൽ അവസാന ശ്വാസം വരെയും ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് മാറാൻ തയ്യാറായെന്നുള്ളത് ഞങ്ങളുടെ വ്യക്തികളുടെ അഭിപ്രായമോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അഭിപ്രായമല്ല. ഞങ്ങളുടെ ഈ കോർഡിനേഷൻ തൊഴിലാളികളും വ്യാപാരികളും അടങ്ങുന്ന ഈ പച്ചക്കറി ഫ്രൂട്ട്സ് മേഖലയിലെ മുഴുവൻ ആളുകളുടെയും ഒറ്റക്കെട്ടായ നിലപാടാണ്. അത് തന്നെയാണ്. ഇവിടെ നിന്ന് ഒരു കാരണവശാലും മാറാൻ തയ്യാറല്ല എന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ലോറി നിർത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികൾ ചുമടുമായി പോകുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രദേശമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അടിസ്ഥാന സൗകര്യവും നിലവിലുള്ള കല്ലുത്താൻ കടവിലെ മാർക്കറ്റിൽ ഇല്ല എന്നതാണ്. ഇത്ര വിശാലമായ ഒരു സ്ഥലമില്ല, സ്ഥലപരിമിതിയുണ്ട്, വാഹനത്തിന് വരാനുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ വലിയൊരു സാഹചര്യമുണ്ട്, വലിയ സംവിധാനങ്ങളുണ്ട്. തൊഴിലാളികൾക്ക് കുറെ കൂടി എളുപ്പമാണ്. മാത്രമല്ല, ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പാളയം മാർക്കറ്റിനെ തുടച്ചു നീക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ മറ്റൊരു തലത്തിലേക്ക് പോകും എന്ന് കൂടിയാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. അതെ, ശരിയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും അനഘയിലേക്ക് എത്താം. കോഴിക്കോട് പുതിയ പാളയം മാർക്കറ്റിനെതിരെയാണ് പ്രതിഷേധം അലയടിക്കുന്നത്. വലിയ രീതിയിലാണ് കച്ചവടക്കാർ പ്രതിഷേധം അറിയിക്കുന്നത്. കരിദിനം കൂടി ആചരിക്കുകയാണ് പ്രതിഷേധക്കാർ. വായ മൂടിക്കെട്ടിക്കൊണ്ടാണ് വ്യാപാരികൾ പ്രതിഷേധിക്കുന്നത്. ഒരു ഭാഗത്ത് പാളയം പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി ഉദ്ഘാടകനായി പുരോഗമിക്കുകയാണ്. പക്ഷേ കച്ചവടക്കാരുടെയും വ്യാപാരികളുടെയും ഒന്നും ആവശ്യങ്ങൾ പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ ഈ പുതിയ പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിൽ മാറ്റി സ്ഥാപിക്കുന്നത് എന്നാണ് കച്ചവടക്കാർ ആരോപിക്കുന്നത്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.